ഇന്നിപ്പോ അത്താണ് കേട്ടോ. അപ്പൊ പൂക്കളിടാൻ വേണ്ടിട്ട് പൂ വാങ്ങിക്കാന്ന് വിചാരിച്ച് പോവാണ്. ഇന്നിപ്പോ കുട്ടികൾക്കാണെങ്കിൽ ഹോളിഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പല സ്ഥലങ്ങളില് ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം സ്കൂളിൽ ഇന്നിപ്പോ ഹോളിഡേ കൊടുത്തിരിക്കുന്നത് ഇവിടെ ബാംഗ്ലൂർ കേട്ടാ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലില്ലാത്ത ആൾക്കാരൊക്കെ ആവുമ്പോ കുട്ടികൾക്ക് ഓണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ പൂക്കളിടുന്നതിനെ കുറിച്ചോ നല്ല ഓർമ്മകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോകണമില്ല. പ്രത്യേകിച്ച് ഇവർക്കിപ്പോ ഇവിടെ എക്സാം കാര്യങ്ങളൊക്കെ ഓണത്തിന്റെ ആ ഒരു സമയത്ത് എക്സാം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നാട്ടിലേക്ക് പോകാനോ വെക്കേഷനോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മളാണല്ലോ ശരിക്കും പറഞ്ഞാൽ പൂവൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് പൂക്കളിടേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും അതുപോലെ ഓണത്തിനെ കുറിച്ച് നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതൊക്കെ. അപ്പൊ അവർക്ക് അതുപോലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ പൂക്കളിടുന്ന കാര്യത്തിലൊരു നിർബന്ധം തന്നെ വയ്ക്കുന്നത്. അപ്പൊ നമുക്ക് പൂ വാങ്ങിക്കാൻ പോയാലോ? അപ്പോൾ ഇവിടെ ഇന്നാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മഴക്കാരൊക്കെ ഉണ്ട്, മൂടി കെട്ടിയാണ് നിൽക്കണത് കേട്ടോ. ഇവിടെ ഓൺലൈൻ ആപ്സ് ഒക്കെ വഴി കിട്ടും പൂവൊക്കെ, ബ്ലിങ്കിറ്റ് അതുപോലെയുള്ള ആപ്പൊക്കെ വഴി. പക്ഷെ അത് പൂജാ പർപ്പസിനുള്ളത് കൂടുതൽ. അപ്പൊ ഈ ഇല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ഒരുമിച്ചായിരിക്കും കൂടുതൽ കേട്ടോ. അപ്പൊ പോയി വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു. ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇപ്പൊ ഇത് കർണാടക ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയാ ആൾക്കാർ കൂടുതലും തലയിൽ പൂ വയ്ക്കും. അതുപോലെ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഉണ്ടാവും പൂവുകള്. അപ്പൊ അത് വാങ്ങിക്കാന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പൊ കണ്ടോ, നാളെ ഗണേശ ചതുർത്ഥി അല്ലേ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇവിടെ ഗണേശിന്റെ സ്റ്റാച്ചു കാര്യങ്ങള്, പിന്നെ റോഡ് സൈഡിൽ ഇവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാം. ഗണേശിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. നമ്മളിപ്പോ കേരളത്തിന് പുറത്ത് മിക്കയിടത്തും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ നോർത്തിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഗണേശിന്റെ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ. പൂക്കളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. അപ്പുറത്ത് കാണുന്നുണ്ട്, നമുക്ക് കണ്ടോ അവിടെ പൂ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിന് കേട്ടോ. ഡെയിലി ഉള്ള മാർക്കറ്റാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് കടക്കാർ ഇതുപോലെ എന്താ പറയുക പച്ചക്കറി റോഡ് സൈഡിൽ ഇതുപോലെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പൂക്കളും കാണുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു പൂവെന്ന് വെച്ചിട്ട് പൂക്കളൊന്നും സാധാരണ ഇടാറില്ല അല്ലേ. ഈ ഒരു പർപ്പിൾ കളറിലും ഉള്ള പൂ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്നൊരു വെൽവെറ്റൊക്കെ പോലെയുള്ളൊരു പൂ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഈ പർപ്പിൾ കളറിലുള്ള പൂ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കളം ഇടാമെന്നുള്ളതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് കണ്ടോ, അവിടെ റോസും കാര്യങ്ങളും ബാക്കി കൂടുതൽ വെറൈറ്റി പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് വന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പൂവിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഫെസ്റ്റിവൽ സീസണാണ്, ഗണേശ ചതുർത്ഥിയാണ് നാളെ. അപ്പം എല്ലാവിടെയും പൂക്കളും വാഴയില അതുപോലെയുള്ള കാര്യങ്ങൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ വാഴക്കന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജമന്തി ഇതേ വെള്ള കളറിലുള്ള ജമന്തി ഉണ്ട്, മഞ്ഞ ജമന്തി ഉണ്ട്, പിന്നെ റോസ് ഉണ്ട്, പിന്നെ നമ്മുടെ ചെട്ടിമല്ലി എന്ന് പറയുന്ന ആ ഒരു പൂവൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക ഉണ്ടപുഷ്പം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പർപ്പിൾ കളറിലൊരു ചെറിയൊരു പൂവ് ഉണ്ടാവില്ലേ, അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതിന് പകരാന്ന് തോന്നുന്നുണ്ട് ആ ഒരു എന്താ പറയുക സെയിം കളറിൽ തന്നെയുള്ള പൂവ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് എന്താ പറയുക വില കുറവുള്ളത് ഈ ചെട്ടിമല്ലിക്കാണ്. ജമന്തിക്കൊക്കെ പൊതുവെ നല്ല വിലയാണ്, സാധാരണ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ കണ്ടോ ഒരു വെയിറ്റ് നോക്കിയിട്ട് പൂവ് തരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ തരാറുണ്ടല്ലേ പണ്ട്. ഇപ്പോഴത്തെ കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. അതായത് എൻ്റെ മാരേജിനൊക്കെ മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളിത് പൂവൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോണ വഴിയിൽ ഞാൻ നേന്ത്രക്കായ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അതായത് ഓണത്തിന് വേണ്ടിയിട്ട് കായ വറക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ പച്ചക്കായൊന്നും ഇല്ല വറക്കാൻ വേണ്ടിയിട്ടൊക്കെ പഴുത്ത നേന്ത്രക്കായാണുള്ളത്. ഇവിടെ പച്ച നേന്ത്രക്കായ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പൊതുവെ കളറ് മാറിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആ ഒരു പ്ലാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താ വീട്ടിലോട്ട് പോവാണ്. നമുക്കെന്തായാലും പൂക്കളം ഇടൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നിപ്പോൾ കുട്ടികളൊക്കെ ഉള്ള കാരണം അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചത് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് 2 കവറിലാണ് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിലയുണ്ട് പൂവിന്. ഞാൻ അവിടെ പോയിട്ട് കാണിക്കാം. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും കർണാടകയിലാണെന്നുണ്ടെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ തുടങ്ങണ ദിവസം. അപ്പോൾ പൂവൊക്കെ സാധാരണ വിൽക്കുന്ന സ്ഥലത്തല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അത് പറയണ്ടോ?
അപ്പോൾ അതേ പൂവൊക്കെ ആയിട്ട് വീട്ടിലെത്തി. ഞാൻ കാണിക്കാട്ടോ. ഞാൻ കുറച്ച് കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലല്ലോ ഇടാനൊന്നും. ഇട്ടോ. ഇത് ഇത്ര പൂവാണ് വാങ്ങിച്ചിരിക്കണത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ചെട്ടിമല്ലി എന്നൊക്കെ പറയും, ചെണ്ടുമല്ലി എന്നൊക്കെ പറയണ സംഭവം. അതിൻ്റെ ഓറഞ്ച്, പിന്നെ റോസപ്പൂ വാങ്ങിച്ചിട്ടുണ്ട് റെഡ് കളറിൽ, പിന്നെ ജമന്തി യെല്ലോയും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു കളറും വെള്ളയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ജമന്തിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. ജമന്തിക്കുന്നതല്ല കേട്ടോ, എല്ലാ പൂവിനും അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ജമന്തിയുടെ ലീവ്സ് ഉണ്ടല്ലോ, ലീവ്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കുറച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ടേ നോക്കാം. നമുക്ക് കണ്ടോ, ഓരോന്ന് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. അപ്പം ഇനി കത്രിക എടുത്തിട്ട് നമുക്ക് ഓരോന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് കട്ട് ചെയ്യും, ഇവിടെ നിന്ന് കട്ട് ചെയ്യും. ഇവിടെ നിന്ന് എൻഡ് ചെയ്യുന്ന തൊട്ട് കട്ട് ചെയ്യും. ഇത് ഏത് ഫ്ലവർ ആണെന്നറിയാം പിന്നെ മാരിഗോൾഡ്. ഇത് ഓറഞ്ച് മാരിഗോൾഡ്, യെല്ലോ ഉണ്ട് ഇല്ല. ഇത് റോസ്. ഇത് ഏത് ഫ്ലവറാ? റോസ്. ഇതോ ജമന്തി. ജമന്തിയുടെ യെല്ലോ വൈറ്റ്. ജമന്തി ജമന്തി എന്നാ പറയാം മലയാളത്തില്. നന്ദു അതിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ, പെറ്റൽസ് എന്താ പറയുക പൊട്ടിപ്പോവാതെ എടുത്തിടും. റോസിന് സിസേഴ്സിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ കൈ കൊണ്ട് ഇട്ടാൽ മതി. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. ആക്ച്വലി പൂക്കളൊക്കെ ഇടുമ്പോൾ ജീൻസ് ടീഷർട്ട് ഇടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അത് തന്നെ ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നു. ഞാനിപ്പോ വരയ്ക്കാൻ പോവാ. നന്ദു പിടിക്കുന്നുണ്ട്. അപ്പൊ നന്ദും ചോദിച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത കാരണം പൂവൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് കഴിഞ്ഞു. ഇത് വരയ്ക്കാൻ പോയി, എന്തെങ്കിൽ ചോക്കൊന്നുമില്ല, ക്രയോൺ കൊണ്ട് വരച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് തെളിയുന്നില്ല ഇവിടെ ഫ്ലോറിൽ. അപ്പൊ ഞാൻ ഇതുപോലെ പെൻസിൽസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യണം. നൂലും അങ്ങനെ അത്രക്കാനുള്ള നൂല് എൻ്റെ കയ്യിലില്ല. അപ്പൊ ഇത് ഇളകരുതിട്ട് നന്ദു. എന്താ കറക്റ്റ് അല്ല പിടിച്ചത്, കാണില്ല. നോർമൽ പെൻസിലാണ് ബെസ്റ്റ് ഓപ്ഷൻ. മാക്കാം. അപ്പൊ അതേ വരയ്ക്കാൻ പോകട്ടോ. ഒന്ന് ക്രയോണൊന്നും ഒന്നും തെളിയണില്ല. അതിലാണെങ്കിൽ ശരിക്കും എടുക്കുക. നന്നായി പിടിക്കണോട്ടോ. അപ്പൊ അതേ വരയ്ക്കാൻ പോകാൻ നന്ദനം പിടിച്ചിരിക്കുന്നത് കേട്ടോ. പെൻസിലാണ് കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ പെൻസിലുകൊണ്ട് ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലോറിൽ നിന്ന് പോവാൻ നല്ല പാടാ. നന്ദു കറക്റ്റ് ആയിട്ട് പിടിക്കേ. പെർഫെക്റ്റ് ആയില്ല. അത് നമുക്ക് റോസ് വയ്ക്കാം. ഒരു മിനിറ്റ്, എല്ലാവരും ഒരുപോലെ തിക്നെസ് ആണ്. ഈ വരച്ചോടത്തൊക്കെ ഇടും കേട്ടോ ചോദിച്ചു. വരച്ചോടത്തൊക്കെ ആ ഒരു ഷേപ്പിലിടും. അത് അമ്മ അവസാനം കറക്റ്റ് ചെയ്തോളൂ. ഷേപ്പ് എന്നിട്ട് തോന്നണം. അവിടെ ഇവിടെ കൊടുക്കും.
എന്താ തോന്നണം? അവിടെ കുറവാ, അത് രണ്ടും കുറവാ. ഇതൊന്ന് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പറത്തിയിടും. കൊണ്ടുപോകും. ഉണ്ടായിരുന്നു. അപ്പൊ പൂക്കളെ ഞങ്ങൾ 3 പേരും കൂടി ഇട്ട് കഴിഞ്ഞു കേട്ടോ. ചൂച്ചും നന്ദും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ പറയാ, അവസാനം ഇപ്പൊ പൂ കുറച്ച് തികയാതെ വന്നു. പിന്നെ ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്തു. പിന്നെ വാങ്ങിക്കാനൊന്നും പോയില്ല. അപ്പൊ അതേ കണ്ടോ, പൂക്കളം കണ്ടോ? അപ്പൊ നമ്മുടെ അത്തം സ്പെഷ്യൽ പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂര് റോഡിന്റെ അവസ്ഥ കണ്ടോ? വെള്ളം ശരിക്കും പറഞ്ഞാൽ കെട്ടി നിൽക്കണ്. മഴ കുറച്ച് ദിവസം ശരിക്കും അടുപ്പിച്ചൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ബാംഗ്ലൂർ മാത്രമല്ല, പല സിറ്റികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലഡ് കാരണം എന്താ പറയുക, അതാണ് സ്കൂള് അവധി കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ ഇന്ന്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഏരിയയിലല്ലേ ഇത്, പക്ഷെ പല റോഡുകളും ഇതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ 2 വീലറൊക്കെ കൊണ്ടുപോകുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴിയിലൊക്കെ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വെള്ളം ഇതുപോലെ കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് കുഴി ഏതാ റോഡ് ഏതാ എന്താണെന്നൊന്നും തീരെ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ കാറാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരു പരിധിയിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. സൈഡ് കഴി തന്നു. ഒരു റോഡ് നിറയെ വെള്ളം, അത് കഴിഞ്ഞപ്പോൾ അവസാനിച്ചെന്ന് വിചാരിച്ചിട്ട് അടുത്ത റോഡിലേക്ക് പോയപ്പോൾ വീണ്ടും അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടെയും ആകെ വെള്ളം കെട്ടി നിൽക്കുക തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, പല ഏരിയയിലും വണ്ടികൾക്ക് അത്ര സുഗമമായിട്ട് പോകാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതുപോലെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ ഈ കാണുന്നത് ശ്രാവൺ പൂജയുടെ അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ സുംബ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട് ശ്രാവൺ പൂജയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇട്ടതെന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ശ്രാവൺ പൂജനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ചൂച്ചുവിൻ്റെ ഒരു കന്നഡ റൈമോട് കൂടി നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ. ಅನ್ನ ಹಾಕು 5 6 ಬೇಳೆ ಸಾರು 7 8 ಪಲ್ಯಕ್ಕೆ ತಂತು 9 10 ಎಲೆ ಮುದಿರೆತು 9 10 ಹೀಗಿತ್ತು ಊಟದ ಆಟವು ಮುಗಿದಿತ್ತು.